കുറുപ്പേ, കുറുപ്പേ, ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കറുമല്ല എപ്പടി ചെളിയാ, ടീഷർട്ട് ആണെങ്കിൽ വേർത്ത് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറുമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്നപടി നിൽക്കുക. മുണ്ടൂരി തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലോടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. ആ പോ 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 പോ, വേഗം വരണം. അയ്യോ, എന്താ? ഒന്നുമില്ല. ആരാ? ഞാനാ. ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഊണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടി വാ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ എന്താ എന്താ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, കേണൽ സാറിന് എന്തോ പറ്റി? കേണൽ സാർ എന്തോ പറ്റിയത്? കേണൽ സാർ, കേണൽ സാർ, കേണൽ സാർ. അയ്യോ, താങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ, അമ്മേനെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ചു പൊളിക്ക്. വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എന്റെ മേത്തോട്ടോ. ഞാനൊന്ന് കാണട്ടെ. നീ ഒന്ന് മാറിക്കേ. എനിക്ക് കേളനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേളനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ മാറിക്കടാ. ഇവിടെ എനിക്ക് കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേളനെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് വരാം. നീ വിട്. ഞാൻ കണ്ട് കൂടാരാ? നിന്റെ അച്ഛൻ. ചോറ് എടാ ആയിക്കോളാ. ഓ, എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം ചെയ്യും, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്നതിന് നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങനെ പോകും? ടിക്കറ്റിന്റെ കാശ് വേണ്ടേ? കള്ളവണ്ടി കയറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം. വേണ്ടേ വേണ്ട. ഇവിടെ ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്ത പിന്നെ പാൽക്കാരും അലക്കാരനും കാര് പൈസ കൊടുക്കും. പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്തപ്പരിവിടെ വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഇതിവിടെ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടമാങ്ങിയാലോ? താനെന്നെ നാറ്റിച്ചേ അടങ്ങും. നാളെ വലിയടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? താൻ എങ്ങനെയെങ്കിലും പോകും, അതൊന്നും എനിക്കറിയണ്ട. അപ്പൊ പിന്നെ കള്ളവണ്ടി എന്നെ വഴി. എന്റെ തൊപ്പി നിർത്ത്. എവിടെ നിട്ടിയാണ് തൊപ്പി? തൊപ്പി ബാഗ് ഏതെടുത്താലും 20 രൂപ. എവിടെ നിന്നാണ് കിട്ടിയത്? നീ എന്റെ തുണിയും തോക്കും ഒക്കെ മോട്ടിക്കുമല്ലോ.
பழைய செல்வமே இல்ல உடம்புல பழைய வேகம் കളിക്കടാ മുട്ടാ ഇവനെ மனசுல பழைய வெறி இல்ல நீ நிறைய குடிக்கிற உனக்கு சக்தி போதாது யூ ஆர் அன்பிட் ஃபார் தி ஜாப் திரும்ப ஒரு மனிதனா மாற தகுதி உனக்கு கிடையாது போ. இந்த பழங்கள் உங்களுக்கு தேவையில்லை എങ്ങനുണ്ട് ടവണി ഡാക്ടറെ അടുത്തെങ്ങാനും പോകേണ്ടി വരുവോ? പിച്ചല് നല്ല ആഴത്തിലാ തറച്ചത്. മുറി ഉണങ്ങാൻ സമയമെടുക്കും. എന്തായാലും കുറച്ചു ദിവസം കാലനക്കാതെ വെക്കണം. നനയ്ക്കുകയും വേണ്ട. അത്രേ ഉള്ളൂ. ആ കേളന്റെ തോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഷൺമുഖത്തിനെ പിടിച്ച് 2 പൂശിയപ്പം അവനെടുത്ത് കൊടുത്തു. തോക്ക് ഇയാൾ കേസിൽപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതും തൊണ്ടി സാധനങ്ങളുടെ കൂടെ സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് ചുറ്റി തിരിഞ്ഞേനെ. അത് നന്നായി. എല്ലാരെയും കിട്ടിയോടെ ഇൻസ്പെക്ടറെ? ആ ഷൺമുഖന്റെ കൂടെയുള്ള പൊട്ടനെയും വേറൊരുത്തനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും മുങ്ങിയിരിക്കുക. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാ പോരാ, പിടിക്കണം. പിടിച്ച് നല്ല പെടപടക്കണം. അത് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കുവോ അച്ഛമ്മേ? ആ കേട്ടോ കേള, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറുകയെന്ന് വെച്ചാ അതും തൊട്ടയിലുമൊക്കത്ത് ഞാൻ താമസിക്കുമ്പോ നാണക്കേടല്ലേ? ഇങ്ങനെ ഒന്നും ഈ ദേശത്ത് ഉണ്ടായിട്ടേ ഇല്ലാന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെല്ലേ മീനാക്ഷി, കേളന് കയ്യും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല. നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. എത്തിയോ? എല്ലാ തളത്തിലേക്ക് വെച്ചോളൂ. ആകപ്പാടെ ഉണ്ടായിരുന്ന ഷോർട്സ് കൊടുത്തിട്ട് താൻ പോയോ? പിന്നെ കോണ കൊടുത്തോണ്ട് തീവണ്ടി കയറാൻ പറ്റുമോ? എത്ര രൂപ വേണ്ടേ? സാറ് തന്നാ മതി. ഉടനെ വരണമെന്ന് പറഞ്ഞ് പോയതല്ലേ? കുറെ നാളായല്ലോ പോയിട്ട്. നന്നായിട്ട് സൂചിച്ചിട്ട് വരികയാണല്ലേ? ആ നല്ല സുഖമായിരുന്നു അവിടെ ലോക്കപ്പില്. ലോക്കപ്പിലോ?
അതെ, ജാതകം പറഞ്ഞ അച്ചട്ടായി. കാരാഗ്രഹവാസം കഴിഞ്ഞു. കള്ളവണ്ടി കയറിയതിന് സേലത്ത് വെച്ച് പോലീസ് പിടിച്ചു. ഈ രൂപത്തിൽ ഇപ്പൊ അവിടുത്തെ മുജ്ജന്മ സുഹൃത്തം. ആ അതെ, മടക്കയാത്രക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ്? അതെ, അടിപിടി, മോഷണം, പോലീസ് കേസ്, ഇതുകൊണ്ടൊന്നും മതിയായില്ലേ? അപ്പൊ ഒക്കെ അറിഞ്ഞല്ലേ? ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഈ മുടിഞ്ഞാടത്തുനിന്ന് പോണമെന്ന്. മറ്റന്നാൾ മടക്ക വേണ്ടിയുണ്ട്. അതിപ്പോ ഒരു 5-6-7 ദിവസം കഴിയാണ്ട് പോകാൻ പറ്റില്ല. എന്തേ? ആ, കാലിതുവരെ ശരിയായിട്ടില്ല. അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ എല്ലാം ശരിയായിന്നല്ലേ പറഞ്ഞത്? വേദന എനിക്ക് ലേഖല്ലോ. ആ പാൽക്കാരനും മലക്കാരനും ഒക്കെ ഉള്ള കാശി അടുത്ത് വാങ്ങിച്ചോണം. അമ്മേ, ഉയ്. ഗുഡ് ബൈ. പഴയ ഓർമ്മകൾക്ക് വിട, പുതിയ മോഹങ്ങൾക്ക് സ്വാഗതം.